അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യരായ ഇസ്തിഖാമയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരെ, എൻ്റെ മുന്നിലുള്ള ഏറെ പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികളെ, ഏറെ പ്രസക്തമായ ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഭംഗിവാക്കല്ല. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട്, റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട്, മൗലിദുമായി ബന്ധപ്പെട്ട് വിമർശകരിൽ നിന്നും ധാരാളം നിരൂപണങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിനോട് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള വിവരണങ്ങളും സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ പിഴപ്പിക്കുന്ന രീതിയിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായി നിലകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുള്ള നമുക്ക് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കാളികളാവാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഈ അതിമഹത്തായ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന SKSSF ഇസ്തിഖാമ സംസ്ഥാന സമിതി ബഹുമാന്യരായ അമീർ ഹുസൈൻ ഹുദവിയുടെ നേതൃത്വത്തിലുള്ള, ബഹുമാന്യരായ ജസീൽ കമാലി ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ഇസ്തിഖാമയുടെ സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ടും എടുത്തു പറയാവുന്ന, പ്രശംസിക്കപ്പെടാവുന്ന ഒരു ഉദ്യമത്തിനാണ് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചും പ്രഗത്ഭരായ ഉസ്താദുമാരുടെ ചർച്ചകൾ നടന്നു. മൗലിദാഘോഷം, മൗലിദ്, ഇമാംമാരുടെ നിലപാട് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് ആലോചിക്കാനുള്ളത്. നിങ്ങളൊക്കെ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്, പ്രഭാഷകരാണ്, എഴുത്തുകാരാണ്, വിഷയത്തെക്കുറിച്ച് നല്ല അന്വേഷണ സ്വഭാവമുള്ളവരാണ് എന്നൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാം. ഏറ്റവും ആദ്യമായി ഇമാംമാരുടെ നിലപാട്, ഈ ചർച്ചയുടെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ്. മൗലിദാഘോഷം എന്നുള്ളതിൽ മാത്രമല്ല, പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയത്തിലും ഇമാമാരുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതേത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. മൗലിദാഘോഷമാവട്ടെ, മറ്റെന്ത് വിഷയമാവട്ടെ, തർക്കത്തിലുള്ള വിഷയമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും, കഴിഞ്ഞകാല ഇമാമാർ ഈ വിഷയത്തെ എങ്ങനെ സമീപിച്ചു, അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ദീനിയായ പക്ഷം തീരുമാനിക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരിലൂടെയാണല്ലോ ദീനിന്റെ കൈമാറ്റം. പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഈ പരിഭാവനമായ രീതിയെക്കുറിച്ച് സൂചനകളുണ്ട്. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ സബീൽ എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒന്നാണ് ഈ വിഷയത്തിൽ. എന്നല്ല, ഏതൊരു കാര്യത്തിലും ഇമാമിയങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു, അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. നമ്മൾ സാധാരണ ലളിതമായിക്കൊണ്ട് ചോദിക്കാറുണ്ടല്ലോ,
വലിയ വലിയ മഹത്തുക്കളായ ആളുകളൊക്കെ കഴിഞ്ഞുപോയി. അവരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, അവർക്കൊന്നും ഈ വിഷയം മനസ്സിലായില്ലേ എന്നുള്ളതൊക്കെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. അപ്പൊ ഈ മൗലിദാഘോഷം എന്ന വിഷയത്തിലും കഴിഞ്ഞ കാല ഇമാമുമാരുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളത്, ഇതിൻ്റെ പ്രാമാണികത, അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അംഗീകരിക്കപ്പെടുന്ന ഇമാമീങ്ങളായിക്കൊണ്ട് കഴിഞ്ഞുപോയ ഇമാമീങ്ങൾ ആരൊക്കെയുണ്ടോ അവരാരും തന്നെ, ഒരാളും തന്നെ മൗലിദാഘോഷത്തെക്കുറിച്ച് വിമർശനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുമായി ബന്ധപ്പെട്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅ മുസല്ലമായിക്കൊണ്ട് പറയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ വ്യതിയാന പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്ന പല മുൻഗാമികളുമുണ്ട്, അവരെ കുറിച്ചല്ല. അതല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ പരിശുദ്ധമായ വഴിയിൽ കഴിഞ്ഞു പോയവരായ ഏതൊക്കെ ഇമാമിയങ്ങളുണ്ടോ അവരാരും തന്നെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വിമർശനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ മൗലിദിന്റെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് നിന്നവരാണ്. വെറുതെ ഒരു അവകാശവാദമല്ല. ചരിത്രത്തിന്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ സമീപിക്കുമ്പോൾ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ എല്ലാവരും ഏതെങ്കിലും നിലക്ക് മൗലിദിന്റെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നവരാണ്. ഏതെങ്കിലും നിലയ്ക്ക് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ഇത്തരം സംഗമങ്ങളിൽ അഥവാ മൗലിദിലോ നബിദിനാഘോഷത്തിലോ അവർ പങ്കെടുത്തവരാണ്, അതല്ലെങ്കിൽ സപ്പോർട്ടായിക്കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചവരാണ്, അതല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചു കൊണ്ടുള്ള രചനകൾ നടത്തിയവരാണ്. ഈ തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നവരാണ് കഴിഞ്ഞകാല ഇമാമിങ്ങളൊക്കെ. നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ഈ മൗലിദ് വിമർശനം, അതിൽ നബിദിനാഘോഷ വിമർശനം, അതിന്റെ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മറ്റ് പല വിഷയങ്ങളിലും എന്ന പോലെ ഇബ്നു തൈമിയ്യയാണല്ലോ തുടക്കക്കാരൻ. ഹിജ്റ 728 മരണപ്പെട്ട ഇബ്നു തൈമിയ്യയിലൂടെയാണ് നബിദിനാഘോഷ വിമർശനം ഇസ്ലാമിക ലോകത്ത് ആദ്യമായി കൊണ്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹിജ്റ 728 അദ്ദേഹത്തിന്റെ മരണം. എന്നാൽ ഈ വിമർശനം ആദ്യമായി കൊണ്ട് ഉന്നയിക്കപ്പെടുന്നതിന്റെ ഏകദേശം 2 നൂറ്റാണ്ട് മുമ്പ് തന്നെ നബിദിനാഘോഷ പരിപാടി, മൗലിദാഘോഷം, മൗലിദ് എന്നുള്ളത് മുസ്ലിം ലോകത്ത് സുപരിചിതമായ നടന്നുകൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടുകൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ തീരുമാനമാവുകയാണ്. ആദ്യമായി കൊണ്ട് വിമർശനം എന്നാണോ വരുന്നത്, ആരായിരുന്നു ആ വ്യക്തി എന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ഇതിൽ മാത്രമല്ല, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ വളരെ വ്യക്തമായ പല നിലപാടുകളിലും അദ്ദേഹത്തിന്റെ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സമകാലികരും ശേഷമുള്ളവരും വ്യക്തമായ തീരുമാനവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലല്ലോ. പല വിഷയത്തെയും വിമർശിച്ച കൂട്ടർ അദ്ദേഹം ഇതിനെയും വിമർശിച്ചു. അദ്ദേഹം തുടങ്ങി വച്ച വിമർശനങ്ങൾ പിന്നീട് പല രീതികളിലായിക്കൊണ്ട് സജീവമായിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ സമകാലികരോ അദ്ദേഹത്തിന്റെ മുൻഗാമികളോ അദ്ദേഹത്തിന്റെ ശേഷക്കാരോ ഒരാളും തന്നെ, അംഗീകരിക്കപ്പെടുന്ന ഒരാളും തന്നെ അദ്ദേഹത്തിന്റെ ആ പക്ഷത്ത് നിന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ സുപരിചിതമായ മൗലിദിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല, പ്രിയപ്പെട്ട ഉസ്താദ് നവാസ് ഹുദവിയുടെ വിഷയം അതാണ്, മൗലിദിന്റെ രചനകളെ കുറിച്ചാണ്. നമുക്കറിയാമല്ലോ മങ്കൂസ് മൗലിദ്,
സുബ്ഹാന മൗലിദ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആണല്ലോ സുബ്ഹാന മൗലിദ് ഉണ്ടാക്കുന്നത്. അതുകൂടി തന്നെ തീർന്നില്ല കാര്യം. ഇമാമുകളുടെ നിലപാട് എന്ത് എന്നുള്ളതാണല്ലോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുബ്ഹാന മൗലിദ് ഉണ്ടാക്കുന്നു. ആ സുബ്ഹാന മൗലിദിന്റെ മങ്കൂസായിക്കൊണ്ട്, അതിന്റെ ചുരുക്കപ്പെട്ട കൃതിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രചന നിർവഹിക്കുന്നു. ആ രചന നിർവഹിച്ച മങ്കൂസ് മൗലിദിന്റെ പ്രചാരകരായിക്കൊണ്ട് വരുന്ന ആരാ? ബഹുമാനപ്പെട്ട ഉമർ ഖാദിയും റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങളും. ചിന്തിക്കുന്ന ആളുകൾക്ക്, ദീനിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് ഇതോടുകൂടി തന്നെ വിഷയസംബന്ധമായിട്ടുള്ള സംശയങ്ങൾ തീർന്നു. കാരണം മുസ്ലിം ലോകത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. അവർ സുബ്ഹാന മൗലിദ് ഉണ്ടാക്കുന്നു. അതിന്റെ മങ്കൂസായിക്കൊണ്ട്, അതിന്റെ ചുരുക്കപ്പെട്ട രൂപമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രംഗത്ത് വരുന്നു. ആ മങ്കൂസ് മൗലിദിന്റെ പ്രചാരകരായിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളും വിപത്തുകളും ഉണ്ടാകുമ്പോൾ അത് ഓതാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാദിയും ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങളും. ഖദ്ദസല്ലാഹു വസ്സറ. ഇനി ഇസ്ലാമികമായി കൊണ്ട് മൗലിദിന്റെ നബിദിനാഘോഷത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആദ്യമായി കൊണ്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം മൗലിദ് വിമർശനം വരുന്നത് ഹിജ്റ 728 മരണപ്പെട്ട ഇബ്നു തൈമിയയിലൂടെയാണ് എന്ന്. എന്നാൽ അതിന്റെ ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ മൗലിദ് പരിപാടി എന്നുള്ളത് മുസ്ലിം ലോകത്ത് നടന്നിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു അവരുടെ അൽ ബാഇസ് എന്ന വളരെ വിശേഷപ്പെട്ട ഗ്രന്ഥം. ഈ അൽ ബാഇസ് എന്ന ഗ്രന്ഥത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ. എന്ന് പറഞ്ഞ ബിദ്അത്തുകളെ വിമർശിക്കാൻ വേണ്ടി, പുത്തൻ ആചാരങ്ങളെ വിമർശിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ നിർമ്മിച്ച ഉണ്ടാക്കിയ കിതാബ് അൽ ബാഇസ്. ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തേണ്ടതില്ല. കിതാബുകളിലൊക്കെ കാണാം ഷെയ്ഖുൻ നബവി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുൻ നബവി എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് അബൂ ശാമ. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ അൽ ബാഇസ് എന്ന ഗ്രന്ഥത്തിലും തർജുമകൾ, വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന, ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്ന വിശ്വപ്രശസ്ത ഗ്രന്ഥമാകുന്ന അൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ആദ്യമായി കൊണ്ട് മൗലിദ് പരിപാടി തുടങ്ങിയിട്ടുള്ള, ആദ്യമായി കൊണ്ട് മൗലിദ് പരിപാടി തുടങ്ങിയെന്ന് പറയുമ്പോൾ നേരത്തെ നടന്ന വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായി കൊണ്ട് മൗലിദ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മൗലിദിന്റെ ഈ കാണുന്ന പുതിയ രൂപം, അങ്ങനെ ഉണ്ടല്ലോ. പരിശുദ്ധമായ ദീനിൽ ചില ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകൾക്ക് വ്യക്തമായ ചില ഹൈഅത്തുകൾ, ചില കൈഫിയത്തുകൾ ശറഈ നിശ്ചയിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശറഈ നിശ്ചയിച്ച ഇബാദത്തുകളെ പിന്നെ ആ രൂപത്തിൽ മാത്രമേ നിർവഹിക്കാൻ പറ്റൂ, അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്താൻ പാടില്ല. എന്നാൽ മറ്റു ചില ഇബാദത്തുകളുണ്ട്, അതിന് വ്യക്തമായ ഹൈഅത്തുകൾ, കൈഫിയത്തുകൾ, രൂപങ്ങൾ ശറഈ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിസ്കാരത്തിന് പ്രത്യേകമായ ഒരു രൂപം, ഒരു ലബ്ത്ത് പരിശുദ്ധമായ ദീൻ പറഞ്ഞു. ഒരു ഖിയാമുണ്ട്, ഒരു റുകൂഉണ്ട്, ഒരു ഇഅ്തിദാലുണ്ട്, സുജൂദുണ്ട്. ഓരോന്നിനും ശുറൂത്തുകളുണ്ട്, ആദാബുകളുണ്ട്. അത് ആ രൂപത്തിൽ തന്നെ നിർവഹിക്കണം, അതൊരു വ്യത്യാസം വരുത്താൻ പാടില്ല. എന്നാൽ ഇന്ന രൂപത്തിൽ മാത്രമേ പാടുള്ളൂ എന്ന് ശറഈ നിഷ്കർഷിക്കാത്ത ചില ഇബാദത്തുകളുണ്ട്. ദഅവത്ത്, തഅല്ലുമ്, തഅലീം, ഇതൊക്കെ ആ രൂപത്തിലുള്ളതാണ്. അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ. എത്ര പ്രധാനപ്പെട്ട ഇബാദത്താണ് അംറു ബിൽ മഅറൂഫ് എന്നുള്ളത്, എത്ര ഹദീസുകളാണ് ഇത് സംബന്ധമായി കൊണ്ടുള്ളത്. പക്ഷെ അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ, ഇൽമു പഠിക്കുക, പഠിപ്പിക്കുക, ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട പ്രധാനപ്പെട്ട ഇബാദത്തുകളാണെങ്കിലും അത് ഏത് രൂപത്തിൽ, ഇന്ന രൂപത്തിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ശറഈ പറഞ്ഞിട്ടില്ല. ഇന്ന സമയത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുങ്കറല്ലാത്ത, മൻഹിയല്ലാത്ത, ശറഈ വിരോധിക്കപ്പെടാത്ത ഏതൊക്കെ വഴികളുണ്ട് ആ വഴികളൊക്കെ അതിന് സ്വീകരിക്കാം. വ്യത്യസ്തമായ എഴുത്തുകളാവാം, പ്രഭാഷണങ്ങളാവാം, ക്ലാസ്സുകളാവാം, നോട്ടീസുകളാവാം, പുസ്തകങ്ങളാവാം, മൈക്ക് ഉപയോഗിക്കാം, ഇല്ലാതിരിക്കും. ഇങ്ങനെ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും എന്തൊക്കെയുണ്ടോ ആ രൂപങ്ങളിലൊക്കെ ആവാം. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എത്രയോ വ്യത്യാസങ്ങൾ വന്നു. ഇനിയും ഒരു പക്ഷേ 10 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 25 കൊല്ലം കഴിയുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ശറഈ അടിസ്ഥാനപരമായി അംഗീകരിക്കുന്ന ഏതൊക്കെ രീതികളുണ്ടോ ആ രീതികളൊക്കെ ആവാം. അതിൽ ഞാൻ ആ ഭാഗം സംസാരിക്കുന്നില്ല. അപ്പൊ ഈ ഇന്നീ കാണുന്ന തരത്തിലുള്ള ഈ പ്രത്യേക രൂപത്തിലുള്ള മൗലിദ് പരിപാടി, ഈ മൗലിദ് പരിപാടിയെ കുറിച്ചാണ് ചർച്ച. അത് ആദ്യമായി കൊണ്ട്
തുടക്കം കുറിച്ചത് ഹിജറ 570 വഫാത്തായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല എന്നവരായിരുന്നു. ഇറാഖിലെ മൗസിലിൽ വെച്ചുകൊണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിൽ ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല അഹദുസ് സാലിഹീന അൽ മശ്ഹൂരീൻ. ഈ മൗലിദ് പരിപാടി ആദ്യമായി കൊണ്ട് തുടങ്ങിയിട്ടുള്ളത് മൗസിലിൽ വെച്ചുകൊണ്ട്. ആദ്യമായി കൊണ്ട് ആരാണ് ആരംഭിച്ചത്? ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല എന്നവർ. ഇദ്ദേഹമാണ്, ബഹുമാനപ്പെട്ടവരാണ് ആദ്യമായി കൊണ്ട് ഇന്നീ കാണുന്ന തരത്തിലുള്ള പ്രത്യേകമായ ഹയ്യത്തോടുകൂടെയുള്ള ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അഇമ്മത്തിന്റെ ഇമാമുമാരുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? എന്തോ ഒരു വേണ്ടാത്ത കാര്യം ചെയ്ത വ്യക്തി എന്ന രൂപത്തിലല്ല, മുങ്കറായ കാര്യം ചെയ്ത വ്യക്തി, നടപ്പാക്കിയ വ്യക്തി എന്ന രൂപത്തിലല്ല. ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല എന്നവരെ കുറിച്ച് ചരിത്രത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവർ തുടക്കം കുറിച്ച ഈ മൗലിദിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ, നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ എവിടെയും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല എന്നവരെ കുറിച്ച് സ്വാലിഹ്, ആലിം, ഫാദിൽ എന്ന തരത്തിലുള്ള പരാമർശമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അൽ ഇലാമിൽ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ തന്നെ അബൂ ശാമ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബാഇസിൽ പറഞ്ഞതും അഹദുസ് സ്വാലിഹീൻ എന്ന അൽ മശ്ഹൂരീൻ, വളരെ പ്രസിദ്ധരാണ്, സാലിഹീങ്ങളിൽ പെട്ടവരാണ്. ഈ രൂപത്തിലാണ് അൽ അലാമിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാന സ്വാലിഹൻ സാഹിദൻ ആലിമൻ. ഇതൊരു പാടില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ, ദീനിൽ മുങ്കറായ സംഗതിയായിരുന്നെങ്കിൽ, ആദ്യമായി കൊണ്ട് തുടക്കം കുറിച്ച ഈ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഇമാമിങ്ങൾ ഈ രൂപത്തിൽ പറയുമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബാഇസിൽ ബിദ്അത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ വിശദീകരണം നടത്തുന്നുണ്ട്. നമ്മുടെ നോട്ടിൽ കാണാം, ഫൽ ബിദ്ഉൽ ഹസന മുത്തഫഖുൻ അലാ ജവാസി ഫിഅലിഹാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ചർച്ചകൾ ഇങ്ങനെ നടത്തിയിട്ട് ومن أحسن مبتدع في زماننا من هذا القبيل ما كان يفعل بمدينة إربل جبره الله تعالى كل عام في اليوم الموافق ليوم مولد النبي صلى الله عليه وسلم. ഇങ്ങനെ ഹസനത്തായ ബിദ്അത്തിൽ പെട്ടതാണ്. ബിദ്അത്തുൽ ഹസനയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ഉണ്ടായല്ലോ. അതിൽ ഏറ്റവും മെച്ചപ്പെട്ടതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യൗമ മൗലിദിൽ നടത്തപ്പെടുന്ന ആഘോഷ പരിപാടികൾ എന്നിങ്ങനെ പറഞ്ഞ് അതിന്റെ മഹത്വങ്ങളാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്. ആര് വിശദീകരിക്കുന്നു, എവിടെ വിശദീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അബൂ ശാമ റളിയല്ലാഹു അൻഹു വിശദീകരണം അൽ ബാഇസ് എന്ന കിതാബിലുള്ള ആ കിതാബിന്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിൽ അശ്ശൈഖ് ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല. എന്നിട്ട് അവിടെയും പറയുന്നു അഹദുസ് സ്വാലിഹീൻ വബിഹി ഇഖ്തദാ ഫീ ദാലിക സാഹിബു റബൽ. ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിനോട് അനുകരിച്ചുകൊണ്ടാണ് സാഹിബ് ഇറബൽ എന്ന് പറഞ്ഞ മുളഫർ രാജാവ് മഹാനവർ അവര് ഈ മൗലിദ് പരിപാടി വളരെ ഗംഭീരമായി കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. പല കിതാബുകളിലും കാണാം. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ, ഭരണാധികാരികളുടെ കൂട്ടത്തിൽ വളരെ പ്രൗഢിയോടുകൂടി വളരെ രാജകീയമായ അവസ്ഥയിൽ, രീതിയിൽ മുളഫർ രാജാവായിരുന്നു തുടക്കം കുറിച്ചിരുന്നത്. എന്നാൽ ഈ മുളഫറിന്റെ മുമ്പ് തന്നെ, മഹാനവറുകളുടെ മുമ്പ് തന്നെ ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല എന്നവർ ഇറാഖിലെ മൗസിൽ വെച്ചുകൊണ്ട് ഈ മൗലിദ് പരിപാടി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു ഈ മൗലിദിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നു, ഇത് ഹസനത്തായ ബിദ്അത്തിൽപ്പെട്ടതാണ്. ഇത് മാത്രമല്ല ഈ രൂപത്തിൽ തുടക്കം കുറിക്കപ്പെട്ടത് ഗ്രന്ഥരചനകൾ, ഉലൂമുകളെ ഫന്നുകളായിക്കൊണ്ടും മറ്റും വേർതിരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് നേരത്തെ ഇല്ലാത്തതും പിന്നീട് ഇമാമിയങ്ങളാൽ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അത് ഇൽമിയായ ചർച്ചകളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മറ്റുമായി കൊണ്ട് രൂപപ്പെട്ട സംഗതികളാണ്. അപ്പൊ ഈ രൂപത്തിൽപ്പെട്ട ഒരു പ്രവർത്തനമായി കൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു മൗലിദാഘോഷത്തെ കാണുന്നത്. മുളഫർ രാജാവിന്റെ അഥവാ സാഹിബ് ഇറബൽ, ഈ മുളഫർ രാജാവിന്റെ മൗലിദിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ
വഹാബി പ്രഭാഷകരൊക്കെ അദ്ദേഹത്തെ ഒരു ഷിയാ പക്ഷക്കാരനായിക്കൊണ്ട് അതല്ലെങ്കിൽ ഏതോ ഒരു ഫാസിഖായ ഒരു വ്യക്തിയായിക്കൊണ്ടൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിബ് ഇറബൽ അഥവാ മുളഫർ രാജാവ്, ഈ മുളഫർ രാജാവിനെ കുറിച്ച് ചരിത്രത്തിൽ എവിടെ പരിശോധിച്ചാലും അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളത് എവിടെയും കാണാൻ സാധിക്കൂല എന്നുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് അഹദുൽ അജ്വാദി വസ്സാദാത്തിൽ കുബറാഇ വൽ മുലൂക്കിൽ അംജാദ് ലഹു ആസാറുൻ ഹസന. വളരെ സ്വാലിഹായിരുന്നു, നല്ല ആബിദായിരുന്നു, നല്ല ഫാദിലായിരുന്നു, നല്ല ഭരണാധികാരിയായിരുന്നു എന്നൊക്കെ മാത്രമല്ല വകാന യഹ്ളുറു ഇൻദഹു ഫിൽ മൗലിദി അഅയാനുൽ ഉലമാഇ വസ്സൂഫിയ. അദ്ദേഹത്തിന്റെ മൗലിദ് സദസ്സിൽ വലിയ വലിയ ആലിമീങ്ങൾ, അതാണ് അഅയാനുൽ ഉലമാഇ വസ്സൂഫിയ, വലിയ അക്കാലത്തുള്ള വലിയ വലിയ ആലിമീങ്ങൾ സൂഫികളും പങ്കെടുത്തിരുന്നു. ഇതൊക്കെ വ്യക്തമായ തെളിവുകളാണ്. മുളഫർ രാജാവ് വളരെ ഗംഭീരമായിക്കൊണ്ട് ഒരു മൗലിദ് സദസ്സ് ഉണ്ടാക്കുകയും ആ മൗലിദ് സദസ്സിൽ അക്കാലത്തുള്ള വലിയ ആലിമീങ്ങൾ, വലിയ ഇമാമിങ്ങൾ, മുളഫർ രാജാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഹിജറ 630 അദ്ദേഹത്തിന്റെ മരണം. 630 വഫാത്താകുന്ന മുളഫർ രാജാവിനാൽ വലിയ രാജകീയമായ രീതിയിലുള്ള മൗലിദ് സദസ്സ് ഉണ്ടാക്കുകയും അവരുടെ മൗലിദ് സദസ്സിൽ അന്നുള്ള അഅയാനുൽ ഉലമാഇ വസ്സൂഫിയ അവരൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇബ്നു തൈമിയ വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണിത്. ഹിജറ 728 ഇബ്നു തൈമിയയുടെ മരണം. ഈ ഇബ്നു തൈമിയ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉമർ ഇബ്നുൽ മുല്ല അഹമ്മദിന്റെ മൗലിദും അതിനോട് പിന്തുടർന്നുകൊണ്ട് മുളഫർ രാജാവിന്റെ മൗലിദ് സദസ്സിലാണെങ്കിലോ ആലിമീങ്ങളുടെ സാന്നിധ്യവും ഇതും ദീനിയായി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ദീനിൽ ഒരു മുങ്കറായ സംഗതി ആയിരുന്നെങ്കിൽ, പാടില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ, ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു സംഗതി നടക്കുമ്പോൾ ഈ ആലിമീങ്ങളുടെ ഇമാമീങ്ങളുടെ കേവലം ചില ഉസ്താദുമാര് മൗലവിമാരെന്ന് പറയാൻ പറ്റൂലല്ലോ, അവരുടെ സാന്നിധ്യവും സഹകരണവും എങ്ങനെ ഉണ്ടാകും? മാത്രമല്ല മുളഫർ രാജാവിന് അൽബിദായത്ത് വന്നിഹായിൽ വളരെ വിശദമായി കൊണ്ട് പറയുന്നുണ്ട്. അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ മുളഫർ രാജാവിന് മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട ഇബ്നു ദഹിയ എന്നവരായിരുന്നു എന്നും ആ മൗലിദ് കിതാബിന്റെ പേര് അത്തൻവീർ ഫി മൗലിദിൽ ബഷീർ നദീർ എന്നായിരുന്നു എന്നും, അങ്ങനെ മുളഫർ രാജാവിന് ഈ മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തപ്പോ ഫഅജാസഹു അലാ ദാലിക ബിഅൽഫി ദീനാർ, പാരിതോഷികമായി കൊണ്ട് 1000 ദീനാർ നൽകിയെന്ന്. അപ്പൊ ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ രാജാവിന് മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ, ഇസ്ലാമിക രീതി പരിശോധിക്കുമ്പോൾ ഇതൊക്കെ വളരെ ശക്തമായ ദലീലുകളാകുന്നു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ഹിജറ 633 വഫാത്തായവരാണ്. ഹിജറ 633. ഇബ്നു തൈമിയ്യക്ക് എത്രയോ മുമ്പ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ബിഗയത്തുൽ ഉആത്ത് എന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കിതാബിൽ പറയുന്നുണ്ട്, മിൻ അഅയാനിൽ ഉലമാ വമശാഹീരിൽ ഫുളലാ മുത്തഖിനൻ ലിഇൽമിൽ ഹദീസ് വമാ യതഅല്ലഖു ബിഹി ആരിഫൻ ബിൻ നഹ്വി വൽ ലുഗതി വഅയ്യാമിൽ അറബി വഅശ്ആരിഹാ. പരിശുദ്ധ ദീനിന്റെ വിവിധ വിജ്ഞാന ശാഖകളിൽ വളരെ അവഗാഹമുള്ള മിൻ അഅയാനിൽ ഉലമാ വമശാഹീരിൽ ഫുളലാ അവരാ. അപ്പൊ ദീനിനെ കുറിച്ച് വ്യക്തമായി അറിവുള്ള ബഹുമാനപ്പെട്ട ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു, കാരണം പിൽക്കാലത്ത് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പരിചയപ്പെടുന്ന ഈ രീതിയിലാണ്. ബഹുമാനപ്പെട്ടവർ മുളഫർ രാജാവിന് മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുക്കുന്നു. അക്കാലത്തുള്ള ധാരാളം ഇമാമീങ്ങൾ, ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ ഇവരൊക്കെ മൗലിദ് സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ മൗലിദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇമാമിങ്ങളുടെ നിലപാട് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു. നമ്മൾ തജ്വീദിന്റെ വിഷയങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി എന്നവര് ഹിജറ 833 ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്.
ഷെയ്ഖുൽ ഖുറ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ട അറിയപ്പെടുന്നത്. സുബുലുൽ ഹുദാ വർ റശാദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ജസീരിയെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നു. ഇമാം ഇബ്നുൽ ജസീരി എന്നൊരു പറയുകയാണ് മൗലിദിനെ കുറിച്ച്, മിൻ ഖവാസിഹി അന്നഹു അമാനും ഫീ ദാലികൽ ആം വബുശ്റാ ആജില ബിനൈലിൽ ബിഗ്യതി വൽ മറാ. മൗലിദ് നടത്തുക എന്നുള്ളത് വലിയ കാവലുള്ള കാര്യമാണ്. മാത്രമല്ല അത് ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വളരെ എളുപ്പമുള്ള, വളരെ സാധ്യതയുള്ള ഒരു സംഗതിയും കൂടിയാവുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ജസീർ റളിയല്ലാഹുവിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? അപ്പൊ കഴിഞ്ഞ കാല ഇമാമിയങ്ങൾ ഏത് രൂപത്തിൽ ഇതിനെ സമീപിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരുമായി കൊണ്ട് കഴിഞ്ഞു പോയ ഇമാമിയങ്ങൾ, ആലിമീങ്ങൾ, മഹാന്മാർ, അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ ഒന്നുകിൽ മൗലിദിനെ കുറിച്ച് ചർച്ച നടത്തിയവരാണ്, അതല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരാണ്, അതല്ലെങ്കിൽ മൗലിദ് രചനകൾ നടത്തിയവരാണ്. ഇതുപോലെ തന്നെ ഏറെ പ്രശസ്തനാണ് ബഹുമാനപ്പെട്ട ഇമാം സഖാവി റളിയല്ലാഹു അൻഹു. ഹിജ്റ 902 ബഹുമാനപ്പെട്ട സഖാവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സുബുലുൽ ഹുദയിൽ തന്നെ പറയുന്നു, അമലുൽ മൗലിദി ശരീഫ് ലം യുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി ഫിൽ ഖുറൂനി സലാസത്തിൽ ഫാളില വഇന്നമാ ഹദസ ബഅദു സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാം ഫീ സായിരിൽ അഖ്താരി വൽ മുദൻ അൽ കിബാർ يحتفلون في شهر مولده صلى الله عليه وسلم بعمل الولائم البديعة المشتملة على الأمور البهجة الرفيعة ويتصدقون في لياله بأنواع الصدقات. ثم لا زال أهل الإسلام 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ സംഗതി ഉണ്ടായി. സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാം, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാം, പിന്നെ ഇസ്ലാമിന്റെ അഹ്ലുകാർ ആയിക്കൊണ്ടേയിരുന്നു ഫീ സായിരിൽ അഖ്താരി വൽ മുദനിൽ കിബാർ, എല്ലാ ഭാഗങ്ങളിലും യഹ്തഫിലൂന ഫീ ശഹ്രി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅമലിൽ വലാഇൽ ബദി, വ്യത്യസ്തമായ വളരെ അതിർപ്പമുള്ള ഫറഹിന്റെയും സുറൂറിന്റെയും വ്യത്യസ്ത വഴികൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലോകം മുഴുവനും അഹ്ലുൽ ഇസ്ലാം മുസ്ലിമീങ്ങൾ എല്ലാവരും ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പറയപ്പെടുന്നത് പോലെ, ആക്ഷേപിക്കപ്പെടുന്നത് പോലെ ബിദ്അത്തോ ശിർക്കോ മുൻകറോ ആയ കാര്യമായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ഈ ഇമാമിയങ്ങളൊക്കെ അനുകൂലമായി കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ മൗലിദ് രചനകൾ നടത്തുമ്പോൾ, ഈ സദസ്സുകൾ അവരൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ ബിദ്അത്തിന്, അതല്ലെങ്കിൽ ഈ ശിർക്കിന്, ഈ മുൻകറായ കാര്യത്തിന് അവരൊക്കെ കൂട്ടുനിൽക്കുകയായിരുന്നു. എവിടെയെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ പ്രവർത്തനത്തെ വിമർശിക്കപ്പെട്ടതായി കൊണ്ട് നമുക്ക് കാണുക സാധ്യമല്ല. ആകെ ഉദ്ധരിക്കപ്പെടുന്നത് ഒരു ഫാക്കിഹാൻ ഇമാമിനെയാണ്. നമുക്കതിന് ആ വിഷയം ചർച്ച ചെയ്യാം. പിന്നെ ഇബ്നു തൈമിന്റെ കാര്യം പ്രത്യേകിച്ച് വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം അദ്ദേഹം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ തരീഖുൽ മുസ്തഖീമിൽ നിന്ന് ഒരുപാട് വിഷയങ്ങളിൽ വ്യതിചലിക്കുകയും അതിനെക്കുറിച്ചൊക്കെ നിരൂപണം നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങളിൽ മുസല്ലമായ ഏതൊരു ഇമാമിന്റെ കാര്യം പരിശോധിക്കുമ്പോഴും ഒരിക്കലും ഇതിന് അനുകൂലമായി കൊണ്ടല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ഈ പരിപാടിയിൽ ഇത്തരം സംഗതികളിൽ പങ്കാളികളാവുകയല്ലാതെ ഒരിക്കലും വിമർശകരായിക്കൊണ്ട് ഇമാമിയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു ഒരുപാട് ഇമാമിയങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ, ശുറൂഹുൽ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, അതുപോലെ തന്നെ തബഖാത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ എത്രയോ ഇമാമിയങ്ങൾ, അവരെ കുറിച്ചൊക്കെ പറയുക എന്നുള്ളതോ അതിൽ കുറിപ്പെഴുതുക എന്നുള്ളതോ ഒരിക്കലും സാധിക്കുന്ന കാര്യം. അത്രയും വിശാലമാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹിജ്റ 911 ബഹുമാനപ്പെട്ട വഫാത്ത്. അവരുടെ ഫതാവയിൽ പ്രത്യേകമായ ഒരു അധ്യായം തന്നെ ഫത്താവിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദുൽ ഇറാഖി മഹാനവറുകൾ ഹിജ്റ 808 അവരുടെ വഫാത്ത്. ഹാഫിദുൽ ഇറാഖി എന്നവർ ചിലറക്കാരനല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്, മഹാനവറുകളുടെ ഉസ്താദാണ്. അവരെ കുറിച്ച് ഹാഫിദ് ഇറാഖിയെ കുറിച്ച് പറയുന്നു, ഇന്നത്തിഹാദൽ വലീമ വ ഇത്ആമത്ത് ആമി മുസ്തഹബുൻ ഫീ കുല്ലി വഖ്തിൻ ഫകൈഫ ഇദൻ ദമ്മ ഇലാ ദാലികൽ ഫർഹു വസ്സുറൂർ ബിദുഹൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദ ശഹ്രി ശരീഫ്.
വലാ യൽസം മിൻ കൗനിഹി ബിദ്അ കൗനുഹു മക്റൂഹൻ ഫകം മിൻ ബിദ്അത്തിൻ മുസ്തഹബ്ബ. പുതുതായി ഉണ്ടാക്കപ്പെട്ട എത്ര കാര്യങ്ങളുണ്ട് മുസ്തഹബായ കാര്യങ്ങൾ. ബൽ കത്തകൂനു വാജിബ, പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് മുങ്കറാവണമെന്നില്ല. അതൊരു പക്ഷേ മുസ്തഹബാകും എന്നല്ല, അത് വാജിബ് വരെയാകും. അത്തരത്തിലുള്ള ഒന്നാകുന്നു ഈ മൗലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇദ്ഹാറുൽ ഫറഹ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. മാത്രമല്ല അവരെ കുറിച്ച് പറയുന്നത് ലഹു മൗലിദുൻ. ഹാഫിദുൽ ഇറാഖി റളിയല്ലാഹു അൻഹു മൗലിദ് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിസ്മിൽ മൗലിദിൽ ഹനിയ്യ ഫീൽ മൗലിദിൽ സനിയ്യ എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർക്ക് ഒരു മൗലിദ് കിതാബുണ്ട്. ഇങ്ങനെ എടുത്തു പറയാവുന്ന ഇമാമീങ്ങൾ ആലിമീങ്ങളായിക്കൊണ്ട് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഇമാമിങ്ങൾ ആരെല്ലാം ഉണ്ടോ, പിന്നെ പ്രധാനമായി കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് ഇബ്നുൽ ഹാജ് ബഹാനവറുകൾ റളിയല്ലാഹു അൻഹു. അൽ മദ്ഖൽ എന്ന കിതാബ് പലപ്പോഴും വഹാബികളൊക്കെ ഇബ്നുൽ ഹാജിനെ കുറിച്ച് പറയാറുള്ളത് അദ്ദേഹം മൗലിദിന്റെ നബിദിനാഘോഷത്തിന്റെ വിമർശകനാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇബ്നു ഹാജ് എന്ന കിതാബ് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് ഒരുപാട് പേജുകൾ ബഹുമാനപ്പെട്ടവർ മൗലിദുമായി വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്കറിയാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇബ്നു ഹാജ് റളിയല്ലാഹു അൻഹു ഒരിക്കലും മൗലിദിന്റെ വിമർശകരായിട്ടില്ല. മൗലിദിൽ ആലാത്തുൽ ലഹ്വ് അതുപോലെയുള്ള മുങ്കറായ കാര്യങ്ങളെ, കാരണം അദ്ദേഹത്തിന്റെ ചർച്ച തന്നെ ഇങ്ങനെയാണ്, വാദ്യോപകരണങ്ങൾ ശറയിൽ പാടില്ലാത്ത ഇത്തരം സംഗതികൾ എന്ത് ബന്ധമാണുള്ളത്, അതിനെയാണ് ബഹുമാനപ്പെട്ടവർ വിമർശിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഫകാന യജിബു അൻ യുസാദ ഫീഹി മിനൽ ഇബാദാതി വൽ ഖൈരി ശുക്റൻ ലിൽ മൗലാ സുബ്ഹാനഹു വ തആല അലാ മാ ഔലാനാ മിൻ ഹാദ നിഅമിൽ അളീമ. ഈ വലിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഈ വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. لما قد علم أن الأمكنة والأزمنة لا تتصرف لذاتها وإنما يحصل لها الشرف بما خصت به من المعاني. കാരണം ഓരോ സമയങ്ങളും പ്രത്യേകമാകുന്നത് ആ സമയത്തിൽ എന്ത് നടന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ സമയത്തിന് പ്രത്യേകതയുണ്ട് എന്നിങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു മൗലിദിനെയും റബീഉൽ അവൽ മാസത്തെയും പ്രത്യേകിച്ച് 12 ദിവസത്തിന്റെയും മഹത്വത്തെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട വിമർശിക്കുന്നത് നബിദിനാഘോഷത്തിന്റെ പേരിൽ ശറഇൽ മുങ്കറായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. അതല്ലാതെ ബഹുമാനപ്പെട്ട ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു ഒരിക്കലും മൗലിദിന്റെ വിമർശകരായിക്കൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു മാലിക്കി മദ്ഹബുകാരനാണ്. മറ്റു മദ്ഹബുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് മാലിക്കി മദ്ഹബിലെ ഫിഖ്ഹിന്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും യൗമുൽ ഈദ് എന്ന ഗണത്തിലാണ് മാലിക്കി ഫിഖ്ഹ് പ്രകാരം റബീഉൽ അവ്വൽ 12 ഉൾപ്പെടുത്തുന്നത്. മാലിക്കി ഫിഖ്ഹ് പ്രകാരം റബീഉൽ അവ്വൽ 12 നോമ്പനുഷ്ഠിക്കൽ കറാഹത്താകുന്നു എന്നുള്ളതാണ് മസല. ആ രൂപത്തിലായിരുന്നു മഹാന്മാരാകുന്ന ഇമാമിങ്ങളൊക്കെ റബീഉൽ അവ്വൽ 12 മൗലിദാഘോഷത്തെയും കണ്ടിരുന്നത്. തംബീഹുൻ മിൻ ജുംലത്തിൽ മക്റൂഹ് കമാ ഖാല ബഅദുഹും സൗമ യൗമിൽ മൗലിദിൽ മുഹമ്മദി ഇൽഹാഖൻ ലഹു ബിൽ അഅയാദ് എന്നിങ്ങനെ മാലിക്കി മദ്ഹബിലെ ഫിഖ്ഹിന്റെ കിതാബുകൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ മൗലിദിന്റെ വിമർശകരായിക്കൊണ്ട് ഇബ്നു തൈമിയ്യക്ക് പുറമെ അംഗീകരിക്കപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയുള്ള വിമർശകരാരും വന്നിട്ടില്ല. പിന്നെ ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു മൗലിദിനെയും നബിദിനാഘോഷത്തെയും വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു വിമർശിച്ചു. ഫാക്കിഹാനി വിമർശിച്ചപ്പോൾ ഹിജറ 734 ബഹുമാനപ്പെട്ടവരുടെ മരണം. ഹിജറ 734 വഫാത്തായിട്ടുള്ള ഫാക്കിഹാനി മൗലിദിനെ കുറിച്ച് വിമർശിച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത് ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം വന്നിട്ടുള്ള ഏതൊക്കെ ഇമാമിങ്ങൾ ഇത് സംബന്ധമായി കൊണ്ട് ചർച്ച ചെയ്തവരൊക്കെ ഫാക്കിഹാനിയുടെ ആ ഫത്വ, ആ സമീപനം ഒട്ടും ശരിയായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ തരീഖത്തിൽ
അംഗീകരിക്കപ്പെടുന്ന ഇമാമിങ്ങൾ ആരും തന്നെ ഇതിനെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഇമാം ഫാക്കിഹാനി റളിയല്ലാഹു അൻഹു. എന്ന അവരുടെ ആ വിശദീകരണത്തെ കുറിച്ചാവട്ടെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅന അസൂഖുഹു ഹുനാ ബിരിമ്മത്ത് വഅതകല്ലമു അലൈഹി ഹർഫൻ ഹർഫൻ വഅതകല്ലമു അലൈഹി ഹർഫൻ ഹർഫൻ. ഫാക്കിഹാനിയുടെ വാദങ്ങളെ ഓരോ ഹർഫൻ ഹർഫ അങ്ങനെ ഞാൻ ഇതിനെ റദ്ദ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവരുടെ ഫതാവയിൽ ഹാവി ഫതാവയിൽ ഇത് സംബന്ധമായി കൊണ്ട് വളരെ നീണ്ട ചർച്ചയുമുണ്ട്. എന്നാലും ഫാക്കിഹാനി എങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, നമ്മൾ അറിയണം, ഫാക്കിഹാനിയുടെ വിമർശനം എന്നുള്ളത് അത്ര കാര്യമാക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഫിഖ്ഹിന്റെ കിതാബുകളും ഹദീസിന്റെ ചർച്ചകളും അതുപോലെ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും പല വിഷയങ്ങളിലും ഒരു ഇമാം എന്തോന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ ഇമാം പറഞ്ഞ വിഷയത്തെ മറ്റുള്ളവർ മർദൂദുൻ ഖത്ഉൻ ഖത്അൻ എന്നൊക്കെ ഇഷ്ടം പോലെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകും. അങ്ങനെ മർദൂദിനെന്നോ ഖത്ഉനെന്നോ ഒരു ഇമാമിന്റെ അഭിപ്രായത്തെ കുറിച്ച് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരിക്കലും ആ ഇമാം വിമർശിക്കപ്പെടുന്നില്ല. ഒരു ഇമാം എന്തൊരു വിഷയം പറയുന്നു, ആ വിഷയം ഖത്അ ആണെങ്കിൽ മർദൂദാണെങ്കിൽ മറ്റു ഇമാമികൾ ആ വിഷയം പറയും. ഇതേ രൂപത്തിൽ ഇത് ഫിഖ്ഹിൽ സാധാരണ കാണുന്ന ഒരു സംഗതിയാണ്. ഫിഖ്ഹിൽ മാത്രമല്ല ഹദീസിന്റെ വിശദീകരണങ്ങളിലും ഇതേ രൂപത്തിലുള്ള ഒരു നിരീക്ഷണമായിരുന്നു ഫാക്കിഹാനിയുടെ ഈ മൗലിദുമായി ബന്ധപ്പെട്ട നിരീക്ഷണം. എന്തുകൊണ്ട്? പിന്നീട് വന്നിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ള എല്ലാവരും ഫാക്കിഹാനിയുടെ ഈ നിരീക്ഷണത്തെ നിശിതമായി കൊണ്ട് വിമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഅതകല്ലമു അലൈഹി ഹർഫൻ ഹർഫ എന്നാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, മൗലിദുമായി ബന്ധപ്പെട്ട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലോകത്ത് കഴിഞ്ഞ കാല ഇമാമിങ്ങൾ ആരെല്ലാം ഉണ്ടോ അവരാരും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ തരീഖിൽ കഴിഞ്ഞു പോയ ഇമാമിങ്ങളൊക്കെ ഒരിക്കലും ഇതിനെക്കുറിച്ചൊരു മോശം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരൊക്കെ ചർച്ചകളെ കൊണ്ടോ രചനകളെ കൊണ്ടോ പങ്കാളിത്തങ്ങളെ കൊണ്ടോ ഈ മൗലിദാഘോഷ പരിപാടിയിൽ പങ്കാളികളാവുകയും ഇതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തവരായിരുന്നു. മഹത്തുക്കളായ ഇമാമിങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇമാമിങ്ങൾ മൗലിദുമായി ബന്ധപ്പെട്ട രചനകൾ ധാരാളമായി കൊണ്ട് നടത്തിയിട്ടുണ്ട്. അള്ളാഹു സത്യത്തെ സത്യമായി കൊണ്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘമായ ഒരു വിഷയത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ, നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.